മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. 5 വർഷം കൊണ്ട് 50,000 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഹരിത പാഞ്ഞാൾ 2030 പദ്ധതിക്ക് തുടക്കമായി. MLA യുവാർ പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിനെ ഹരിതാപമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഹരിത പാഞ്ഞാൾ 2030 പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് യുവാർ പ്രദീപ് MLA തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇന്ന് തുടക്കം കുറിക്കുന്നു. നമ്മുടെ അറിയാം, ലോകത്തെമ്പാടും അന്തരീക്ഷത്തിൽ നിന്ന് മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ്. അതിൽ വലിയ തോതിൽ നമുക്ക് തലതാക്കി നിൽക്കേണ്ട ഒരു വിദ്യാലയമാണ്. അതിവേഗം മാലിന്യം അന്തരീക്ഷത്തിലും കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ലോക നിലവാരത്തിലുള്ള പഠന റിപ്പോർട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലല്പം മാന്യത അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏറ്റവും കുറവ് കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് മാറ്റണമെങ്കിൽ ഇതുപോലെ ഒരു പുത്തൻ ആശയവുമായി നമുക്ക് മുമ്പോട്ട് വരേണ്ടതുണ്ട്. പുതിയ തലമുറകളെയും പഠിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നാം തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, നമുക്കിത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനിങ് കൂടെ വേണം. പഞ്ചായത്തോട് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമുക്ക് വളരെ 5 കൊല്ലം കൊണ്ട് 50,000 തൈകൾ നമ്മുടെ വീടുകളിലെത്തുമ്പോൾ ആ തൈകൾ പല സ്ഥലത്ത് ഇതിനു മുമ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വെച്ചതും പല തരത്തിലും നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ നിന്ന് വെച്ചതും എല്ലാം കണക്കാക്കി നോക്കുമ്പോൾ ഇന്ന് കേരളം ഒരു കാടായി മാറുന്നതാണ്. അത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതോട് മാറുകയാണ്. പിന്നീട് അതിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നില്ല. അത് വീട്ടുകാരും ചെയ്യേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ച് കൊടുക്കുന്ന തൈകളെല്ലാം കൃത്യമായി ഉറപ്പുവരുത്താൻ കൊല്ലത്തിൽ ഒരിക്കലും ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന രീതി കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതിന് എല്ലാവരും കൂട്ടി നമുക്ക് മാതൃകാപരമായ ഒരു പഞ്ചായത്താണ്. അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഭരണസമിതി അംഗങ്ങൾ കൂട്ടായി ഈ കാര്യത്തിൽ ഈ ഹരിത പാഞ്ഞാൾ എന്ന ഒരു ആശയത്തോടു കൂടി പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ വാർഡുകളിൽ ഇത് വാർഡ് മെമ്പർമാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരെ അവാർഡ് പ്രഖ്യാപിച്ച് അതിന് ഒരു പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി ഹരിത കർമ്മസേനയുടെ സഹകരണത്തോടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ഫലവൃക്ഷ തൈകൾ സൗജന്യമായി വീടുകളിലെത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണിത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റംബുട്ടാൻ, ഞാവൽ, പേര, നെല്ലി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫലവൃക്ഷ തൈകളാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് അധ്യക്ഷത വഹിച്ചു. കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയിലൂടെ പാഞ്ഞാളിനെ വരും വർഷങ്ങളിൽ കേരളത്തിലെ പ്രധാന ഹരിത ഗ്രാമമായി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. വൃക്ഷത്തൈകൾക്ക് പുറമെ ശുചിത്വ പരിപാലനത്തിന്റെ ഭാഗമായുള്ള വേസ്റ്റ് ബിന്നുകളുടെ വിതരണവും വേദിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബുഷറ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത മനോജ്, സെക്രട്ടറി NM ഷെരീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീജ മണികണ്ഠൻ, അനുരൂപ്, വിവിധ വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഹരിത പാഞ്ഞാൾ 2030 എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ ആരംഭം ഇന്ന് കുറിച്ചിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് നമ്മളൊരു വർഷം 50,000 തൈകൾ എന്ന രീതിയിൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ സന്നദ്ധരായ ആളുകൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ റംബുട്ടാൻ, ഞാവൽ, പേര തുടങ്ങിയ തൈകളൊക്കെ തന്നെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 100ഓളം വീടുകൾ എല്ലാ വാർഡിലും എത്തുന്ന രീതിയിലാണ് കൊടുത്തുവിട്ടിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ സംരക്ഷണം എല്ലാ വർഷവും ഉറപ്പുവരുത്തുന്ന രീതിയിലും അതിന് മത്സരം എന്ന രീതിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മേഖലകൾക്കകത്തും ഇത്തരം ഹരിത ഇടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് നമ്മളിതിനെ കാണുന്നത് ഈ രീതിയിൽ നമ്മൾ മുൻകൈ എടുത്ത് വയ്ക്കുന്നത് 5 വർഷത്തിനപ്പുറം 2030 എത്തി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കപ്പെട്ടതെന്നത് കൂടി നമ്മൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വ്യാപാരികളെ ഇന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട്
പൊതു ഇടങ്ങളിൽ നമ്മൾ 150ഓളം വേസ്റ്റ് ബിന്നുകളെ സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിർവഹിച്ചിട്ടുള്ളത്. അതും നമ്മൾ അതിൻ്റെ സംരക്ഷണം വ്യാപാരികൾ എന്ന നിലയ്ക്ക് അവർ കൂടി ഏറ്റെടുക്കും. പൊതു ഇടങ്ങളിൽ ഇത്തരം ബിന്നുകൾ സുരക്ഷിതമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ നമ്മൾ മാലിന്യത്തെ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉറവിടത്തിൽ നിന്ന് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളെ ഹരിതാപമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. CCV ന്യൂസ് പാഞ്ഞാൾ.